ടിക്കു. എങ്ങോട്ടാ രണ്ടുപേരും മോർണിംഗ് ബാത്റൂമിലെല്ലാം വന്ന് ബാത്തിന് വേണ്ടി കിടക്കുകയാണ്. സൂര്യപ്രകാശം അടിച്ച് എല്ലാം കഴിഞ്ഞാലേ അവർ എഴുന്നേറ്റ് വരുള്ളൂ. അത് കുറച്ച് സമയം അവർ സൂര്യപ്രകാശം ഏറ്റ് അങ്ങനെ ഇരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിലോട്ട് പൊട്ടി. അത് കുഴപ്പമില്ല. പാവമാണ് എൻ്റെ ടിക്കുമോനാണെങ്കിൽ നല്ല മര്യാദ ഉള്ള കുട്ടിയാണ്. പുറത്ത് വന്നിട്ടേ അവൻ മൂത്രം ഒഴിക്കുള്ളൂ. അവന് വീട്ടിൻ്റെ ഉള്ളിലൊന്നും അവനൊന്നും ചെയ്യൂല. അപ്പൊ അവന് മോർണിംഗ് തന്നെ എഴുന്നേറ്റ് ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകാൻ കരയും. അങ്ങനെ പുറത്ത് കൊണ്ടുവരുമ്പോ പിന്നെ നമ്മളെ സുഖം ചെയ്യാത്ത ആളുണ്ടല്ലോ, മൂപ്പരെ ഫ്രണ്ടാണ് ഞങ്ങള്. അങ്ങോട്ട് പോകണ്ട അവനെ അത് കഴിഞ്ഞ് ഇനി അടുത്തത് ഇവര് വീട്ടിൽ കയറി ഇപ്പൊ രണ്ടുപേരും പോണ്ട, റോട്ടിലോട്ട് പോണ്ട മോനെ. റോട്ടിൽ പോയിട്ടാണ് മോന്റെ കൈയും കാലും എല്ലാം പോയത്. ഒരു കൈ മാത്രമല്ല ഉണ്ടായിട്ടുള്ളൂ, 3 എണ്ണം റെഡിയാക്കി എടുക്കാ ചെയ്ത്. വീട്ടിലോട്ട് അങ്ങോട്ട് പോട്ടെ നല്ല കുട്ടിയായിട്ട് വീട്ടിലോട്ട് പോ. വീട്ടിൽ പോയിട്ട് അവിടെ ഇരിക്കും. അപ്പോഴേക്കും ഞാൻ ബിസ്ക്കറ്റും പാലും എല്ലാം റെഡിയാക്കും. ഇവിടെ പണി ചെയ്തോണ്ടിരിക്കും ഓരോരുത്തരില്. ബെഡി കയറിക്കോ. അയ്യോ, ആ പെടിഗിരി എല്ലാം എടുത്ത് പെറുക്കി തിന്ന മോനെ. പെടിഗിരി എല്ലാം തിന്ന് തീർന്ന് വരുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചൂട് പാലാണ്. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാത്തത്. അത് ഒരിക്കത് പാല് മഞ്ഞ് ഇതായതിന്റെ ശേഷം ചങ്ങല കടിച്ച് ബാത്റൂം പോകുമ്പോ മാത്രമല്ല എടുക്കണുള്ളൂ. ഇതെടുത്തിട്. പെടിഗിരി പാത്രത്തിലിട്ടാല് പാത്രം കൈകൊണ്ട് തട്ടി ഒഴിവാക്കും. അല്ല, കടിച്ച് പൊട്ടിച്ച് മൂപ്പര് ബെഡിലിട്ട് കൊടുത്താൽ പിന്നെ മൂപ്പർക്ക് ഇഷ്ടമാണ് ബെഡിൽ ചൊരിഞ്ഞിട്ട് കൊടുക്കണത്. ബെഡിലിട്ട് കഴിഞ്ഞാല് കഴിക്കാൻ എന്ത് താല്പര്യാന്നറിയോ? ഓടും. റോഡും നോക്കി എത്രയോ മാസമായിട്ട് ആ കൈ ഇങ്ങനെ കെട്ടി കൊണ്ടുവരികയാണ് പൊട്ടിയല്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാല് ബിസ്ക്കറ്റ് പാലും തരും കേട്ടോ. കഴിച്ചോ. അത് വേഗം കഴിച്ചു തരുന്നുണ്ട്. ഇഷ്ടമാണ്. അവന് പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമല്ല. പാത്രത്തിൽ ഇരുന്നാ കഴിക്കൂല. ഇങ്ങനെ വേണം. അടുത്ത ആൾക്ക് എന്താ പറയാനുള്ളത്? അടുത്ത ആൾക്ക് എന്താ പറയാ? മൂത്രമെല്ലാം ഒഴിച്ച് വന്ന് ഇനിയിപ്പോ പാലും ബിസ്ക്കറ്റ് കലക്കി വെച്ച് കൊടുക്കണം. ഓടിക്കോ വീട്ടിൽ കയറി മോനെ. വീട്ടിൽ കയറി. തുറന്നോ തുറക്ക്. മോനെ പോ. പിന്നെന്താ പുറത്ത് കിടത്തണേന്നപ്പോ ചോദിച്ചു. ഇവനെ പുറത്ത് കിടത്താൻ കാരണം ഇവന് പിന്നെ എന്താണ് ഇവിടെ ആയതുകൊണ്ട് ഇവിടുത്തെ പുറത്തുള്ളതായിരുന്നല്ലോ. ടിക്കുവിനെ കാണാൻ വരുന്ന ഫ്രണ്ട് ആയിരുന്നു. വെച്ചു കൊടുത്തെല്ലാം അതും കഴിച്ചവൻ. ഇനി കുറച്ച് കഴിഞ്ഞ് കണ്ടാല് പാലും ബിസ്ക്കറ്റ് കലക്കി. പാലിപ്പൊ ചൂട്, അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം വെച്ച് കൊടുക്കാത്തത്. കൈ എങ്ങനെങ്കിലും സുഖപ്പെട്ട് വരട്ടെ. നിന്നെ പൊന്നു പോലാണ് ഞങ്ങൾ ബെഡെല്ലാം ഇട്ട് നോക്കണത്. ഞങ്ങൾ തന്നെ വാടകയ്ക്കാണ് താമസിക്കണം അതിന്റെ അകത്ത്. അതുകൊണ്ടാണ് മോനെ ഇവിടെ ബെഡ് ഇട്ടിട്ട് കിടത്തിയത്. അതിന് തന്നെ അവർ സമ്മതിച്ചത് കൊണ്ട്, നിനക്കൊരു ആക്സിഡന്റ് പറ്റിയെങ്കിൽ നമ്മൾ കണ്ടതുകൊണ്ട് നിന്നെ എടുത്തോണ്ടാന്ന് അങ്ങനെ ഞങ്ങൾ തന്നെയാണ് മോനെ നോക്കി കൊണ്ടാന്ന് ആക്കി എടുത്തത്. ഇപ്പം 3 കാലും കഴിഞ്ഞ് ഇനി ഒരു കാലും കൂടെ ശരിയായാൽ ഒരു കൈ അത് 2 പൊട്ടിപ്പോയി എല്ല്. അപ്പോൾ അതും കൂടെ ശരിയായി കഴിഞ്ഞാൽ മോന് സ്വതന്ത്രമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ കിടക്കാം. ബായ്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് തരാം കേട്ടോ. നീ ചൂട് പോയെന്ന് നോക്കട്ടെ മമ്മി.